എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. പുതിയ ഒരാഴ്ച കൂടി യേശു കർത്താവ് നമുക്ക് ദാനം തന്നു. ഓരോ ദിവസവും ദൈവം ഉണ്ടാക്കിയ ദിവസം എന്നാണ് നാം വായിക്കുന്നത്. ഇത് ദൈവം ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവം ഉണ്ടാക്കിയ ദിവസത്തിൽ നാം സന്തോഷിക്കുക. ഇതറിയാത്തവരാണ് ആ ദിവസം സന്തോഷിക്കാത്തത്. ദൈവം ഉണ്ടാക്കിയ ദിവസം കാര്യങ്ങളെല്ലാം ദൈവം കൈകാര്യം ചെയ്യും. സൃഷ്ടാവിന് ആ ദിവസത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങൾ ദൈവത്തിൽ ഭരമേൽപ്പിച്ചാൽ, നമ്മുടെ വഴിയെ ദൈവത്തിൽ ഭരമേൽപ്പിച്ചാൽ കർത്താവ് അത് നോക്കിക്കോളും. കർത്താവിൽ നമുക്ക് ധൈര്യപ്പെടാൻ കഴിയും. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു റേസ് സൈക്കിൾ പോലെയാണ്. ബാലൻസ് ഇല്ലെങ്കിൽ താഴെ പോകും. ബാലൻസ് ഉണ്ടെങ്കിലോ എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകും. ബാലൻസ് ദൈവവുമായിട്ടും മനുഷ്യരായിട്ടും നമുക്കൊരു ബാലൻസ് വേണം. കുടുംബമായിട്ടും മറ്റുള്ളവരുമായിട്ടും നമുക്കൊരു ബാലൻസ് വേണം. എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് ഇല്ലെങ്കിൽ നമ്മൾ താഴെ പോകും. എന്നാൽ ബാലൻസ് ഉണ്ടെങ്കിലോ നമ്മുടെ ജീവിതം ദീർഘമായി മനോഹരമായി യാതൊരു കേടുമില്ലാതെ മുന്നോട്ട് പോകും. അതുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബലമുള്ള ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിനായി കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല.
എന്നെ ശക്തനായി മാറ്റിയിടണേ. നിന്നഭിഷേകത്താലെ എന്നെ ശക്തനായി മാറ്റിയിടണേ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. യേശുവേ, നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 worship you. Hallelujah, 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 അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസം. ഇന്ന് ഒന്നുകൂടി അത് വായിക്കുന്നു. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിപ്പാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസും യോഹന്നാനും. അന്നത്തെ അധികാരികൾ പറഞ്ഞു, മേലാൽ ഈ നാമത്തിൽ ആശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് തർജ്ജനം ചെയ്തു. ഈ നാമം പറയുമ്പോൾ വലിയ വിടുതലുകൾ നടക്കുന്നു. ഈ നാമം പറയുമ്പോൾ ജനങ്ങൾക്ക് രൂപാന്തരമുണ്ടാകുന്നു. ഈ നാമം പറയുമ്പോൾ ജനങ്ങൾ സൗഖ്യമാകുന്നു. ഈ നാമം പറയുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഈ നാമം പറയുമ്പോൾ തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടുന്നു. ഈ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ വിട്ടുമാറുന്നു. ഈ നാമം പറയുമ്പോൾ അനേകരുടെ ശാപങ്ങൾ മാറിപ്പോകുന്നു, പകരം അനുഗ്രഹമുണ്ടാകുന്നു. എന്നാൽ പിന്നെ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ നാമം പറയരുത്. കാരണം അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ട, സൗഖ്യം ഞങ്ങൾക്ക് വേണ്ട, വിടുതലുകൾ ഞങ്ങൾക്ക് വേണ്ട. ഇത് തന്നെയാണ് പിശാച് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുന്നത്. എന്നാൽ അതിന് മറുപടിയായിട്ട് പത്രോസ് പറഞ്ഞത്, യോഹന്നാനും രണ്ടുപേരും കൂടി ചേർന്നാ പറഞ്ഞത്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. 20-ാം വാക്യം, ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു. യേശുവിനെ സാക്ഷീകരിക്കുക എന്നുള്ളത് പലരും സുവിശേഷം അറിയിക്കാൻ ബന്ധപ്പെടാറില്ല. സഭയിൽ വരുന്നവരാണ്,
സുവിശേഷം പറയാറില്ല, യേശുവിനെ കുറിച്ച് പറയാറില്ല. നമുക്ക് അത്ഭുതം തോന്നിയിട്ടില്ലേ? രക്ഷിക്കപ്പെട്ട് വർഷങ്ങളായ ആരെ കണ്ടാലും യേശുവിനെ കുറിച്ച് പറയില്ല, സുവിശേഷം പറയില്ല. അതിൻ്റെ കാരണം അവർക്ക് കർത്താവുമായിട്ട് യാതൊരു എൻകൗണ്ടറും ഉണ്ടായിട്ടില്ല. വ്യക്തമായി പ്രത്യക്ഷമായി ഒരനുഭവം കർത്താവിൽ നിന്നില്ല. ഇവര് പറയണം, ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത്. ഒന്ന്, ഞങ്ങൾ വ്യക്തമായി കണ്ടതാണ്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. രണ്ട്, ഞങ്ങൾ വ്യക്തമായി ആ ശബ്ദം കേട്ടതാണ്, പിതാവിൽ നിന്ന് കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിക്കും. ഞങ്ങൾ വ്യക്തമായി അവൻ്റെ മുഖം സൂര്യനേക്കാൾ ശോഭയുള്ളതാകുന്നത് ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ കണ്ടതും കേട്ടതും, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ആ മഹത്വത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടതാണ്. ക്രിസ്തീയ ജീവിതത്തിൽ സഭയിൽ വന്നു പോകുന്നതിനേക്കാൾ അപ്പുറം ദൈവത്തിൽ നിന്ന് ഒരു എൻകൗണ്ടർ, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പറയാനൊന്നും ഉണ്ടാകില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. സുവിശേഷം അറിയിക്കാനായിട്ട് ഒരു ദിവസം തീരുമാനം എടുത്താലൊന്നും നടക്കില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ ഒരു മൂർഖം പാമ്പ് കയറിയെന്ന് കണ്ടാൽ ആ മൂർഖം പാമ്പ് ചീറ്റുന്ന സ്വരം കേട്ടിട്ടാണ് നോക്കിയത്. ഒരു സ്വരം കട്ടിലിൻ്റെ അടിയിൽ നിന്ന് താഴോട്ട് നോക്കി ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് താഴെ ഒരു പത്തി വിടർത്തിയ ഒരു മൂർഖം പാമ്പ് ഇരിക്കുന്നു. കേട്ടു, കണ്ടു. എന്നിട്ട് അവിടെ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങോ? ഇല്ല. ഓ, ഞാനിത് പിള്ളേരോട് പറഞ്ഞില്ല, എൻ്റെ ഭാര്യയോടും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഭാര്യ പറയണം, ഓ അച്ചായനോട് ഇതൊക്കെ പറയാറൊന്നും, ഞങ്ങളിതൊന്നും പറയാറൊന്നുമില്ല, ഞങ്ങൾ ആരോടും ഇത് മിണ്ടിയൊന്നുമില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? നിങ്ങൾക്കൊരു ആശ്ചര്യമില്ലേ? ഇല്ലെങ്കിൽ ഒന്നുകിൽ മനോനില തെറ്റിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ കണ്ടത് പാമ്പാണെന്നുള്ള ബോധമില്ല, അല്ലെങ്കിൽ മനസ്സിലായില്ല. ഏതോ ഒരു കാര്യം കൊണ്ടാണ്. എന്നാൽ വ്യക്തമായ സ്വരം കേട്ടെങ്കിൽ, വ്യക്തമായത് കണ്ടെങ്കിൽ, അലറി കൂകി വിളിച്ച് നാട്ടുകാരെ മുഴുവൻ ഇളക്കി, റോഡ് വരെയും ബ്ലോക്കായി. പിന്നെ വാവാ സുരേഷ് ഇനി ജർമ്മനിയിലാണെങ്കിൽ അവിടെ നിന്ന് വരുത്തിച്ച് എല്ലാവരും കൂടി ആ വീട് തന്നെ മറിച്ചു വെക്കും. കാരണം എന്താണ്? ഒരു പാമ്പ് കട്ടിലിൻ്റെ ഇടയിലാണ്. അത് പിന്നെ യൂട്യൂബിൽ വലിയൊരു തരംഗമായിട്ട് മാറുന്നു. ഇനി എത്താൻ എങ്ങുമില്ല. ഫേസ്ബുക്ക്, യൂട്യൂബ് എന്ന് വേണ്ട, എല്ലായിടത്തും അറിയിക്കാവുന്നിടത്തെല്ലാം അറിയിക്കും. കാരണം ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ കണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് വ്യക്തമായി ആശ്ചര്യപ്പെടുന്ന നിലയിൽ ഒരു കാര്യം കാണുകയും ഒരു കാര്യം കേൾക്കുകയും നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ കുലുക്കുന്ന ഒരു ദൈവിക കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ കാര്യം അടക്കി വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കില്ല. എന്താണ് പൗലോസ് ഇത്രയും ഭയങ്കര തീവ്രത? ഇത്രയൊക്കെ വേണോ സുവിശേഷത്തിന് വേണ്ടി? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്, ഞാൻ മരിക്കുവാൻ, ഈ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പൗലോസ് നീ പറയുന്നത് എന്താ? അത് ഞാൻ കേട്ടതാണ്, ഞാൻ വ്യക്തമായി കണ്ടതാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യന്റെ തേജസ്സിനേക്കാൾ വലിയൊരു പ്രകാശം ഞാൻ കണ്ട് എൻ്റെ കണ്ണിന്റെ കാഴ്ച വരെയും പോയി. ഞാൻ വ്യക്തമായി കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഞാൻ മാത്രമേ കേട്ടു, എൻ്റെ ചുറ്റുമുള്ളവർ, എൻ്റെ കൂടെയുള്ള ആരും കേട്ടില്ല, അവർ കണ്ടുമില്ല. എനിക്ക് മാത്രം. ദൈവം എല്ലാവരും ഇത് കേൾപ്പിക്കില്ല, എല്ലാവർക്കും ഇത് കാണാനും കഴിയില്ല. ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ പ്ലാനുമുള്ളവർക്ക് ഇത് വ്യക്തമാക്കി കർത്താവ് കൊടുക്കും. ഈ ദിവസങ്ങൾ ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഈ ജൂൺ മാസത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ അനുഭവം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ.
വ്യക്തമായി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു ദൂതൻ ഇറങ്ങി വരുന്നത് കണ്ടാൽ എങ്ങനെയുണ്ടാവും? കൊർന്നല്യോസ് ഭയപരവശനായി. പിന്നെ കൊർന്നല്യോസിന് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. പത്രോസിനെ വിളിക്കാൻ ചിലരെ വിടുകയാണ്. പത്രോസ് വരുന്നതും കാത്ത് വീട് നിറച്ച ആളുമായിട്ട് കാത്തിരിക്കുകയാണ്. പത്രോസ് വന്നപ്പോൾ കാൽക്കൽ വീഴുകയാണ്. ഞങ്ങളെല്ലാവരും നിന്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞ് വചനം കേൾക്കാൻ കൊതിയോടെ പത്രോസിന്റെ വായിലോട്ട് നോക്കിയിരിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയാണ്. എന്താണ്? പ്രാർത്ഥനാ സമയത്ത് മുറിയിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നത് കണ്ടു. ദൂതൻ പറയുന്നത് കേട്ടു. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആത്മമണ്ഡലത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളെ മാറ്റി മറിക്കും. മറിയ വ്യക്തമായി കണ്ടു ഒരു ദൂതൻ ഇറങ്ങി വരുന്നത്. വ്യക്തമായി കേട്ടു അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അവൾ ഒരു ഉറച്ച തീരുമാനമെടുത്തു. അവൾ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ് ഉറച്ച ഒരു തീരുമാനമെടുത്തു. തീരുമാനങ്ങളുണ്ടായി, മാറ്റാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് പത്രോസും യോഹന്നാനും പറയുന്നത്. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് ഞങ്ങൾക്ക് അടക്കി വെക്കാൻ കഴിയില്ല. ഈ ദിവസങ്ങളിൽ സുവിശേഷം അടക്കി വെക്കുവാൻ ദൈവസഭയ്ക്ക് കഴിയുന്നതിൻ്റെ കാരണം വ്യക്തമായി ദൈവത്തിൽ നിന്ന് ഒരു അനുഭവമില്ല. അപ്പനും അമ്മയും പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഞാനും പോകുന്നു. ഭാര്യ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഭർത്താവ് പറയാണ് ഞാനിഞ്ഞ് വേറെ എന്തിനാ എവിടെയെങ്കിലും പോണേ, എന്തിനാ, ഞാനും പോവുകയാണ്. പിള്ളേർ പറയാണ് അപ്പനും അമ്മയും പോകുന്നിടത്തെ ഞാനും പോകും. ഇങ്ങനെ കൂടി വരുന്ന ഒരു കൂട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുഭവങ്ങളൊന്നുമില്ല. സുവിശേഷം അറിയിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ഒരു പാരമ്പര്യ ജീവിതം. ഞങ്ങളൊക്കെ പ്രാർത്ഥനക്കാരാ, ഞങ്ങള് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് അതുണ്ട്, ഇതുണ്ട്, കെട്ടിടമുണ്ട്, ഞങ്ങൾക്ക് മ്യൂസിക് ഉണ്ട്. ദൈവിക ഇടപെടൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതാണ് ശരി. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു വരണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവ് ഞങ്ങൾക്ക് ചില അനുഭവങ്ങൾ വേണം. യെശയ്യാവിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ 1 തൊട്ട് 5 അധ്യായം വരെ വായിക്കുമ്പോൾ യെശയ്യാവിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. യെശയ്യാവ് എല്ലാവരെയും കുറ്റപ്പെടുത്തലാണ്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തട്ടി അറിയുന്നു, എൻ്റെ ജനം അറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. അങ്ങനെ ജനത്തെ മുഴുവനും കുറ്റപ്പെടുത്തുന്ന പ്രവചനവും പ്രസംഗവും കൊണ്ട് നിറച്ച മനുഷ്യൻ 6-ാം അധ്യായത്തിൽ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച കാണുകയാണ്. ദൂതന്മാർ, പലതരത്തിലുള്ള സറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടിക്കൊണ്ട്, 2 ചിറകുകൊണ്ട് സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുമ്പോൾ സ്വർഗത്തിലെ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി ആലയം പുകൊണ്ട് നിറഞ്ഞു. അതുപോലത്തെ ആരാധനയും ദൈവ സാന്നിധ്യവും പരിശുദ്ധൻ എന്ന ശബ്ദവും കേട്ടപ്പോൾ പേടിച്ചു വിറച്ചുപോയി. ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ് ആ സമയത്തൊരു അനുഭവം ഉണ്ടായി. സ്വർഗത്തിലെ തീക്കനലിൽ നിന്ന്, യാഗപീഠത്തിലെ കനലിൽ ഒരു കനൽ, ഒരു ദൂതൻ ഒരു കൊടിലുകൊണ്ട് എടുത്ത് പറന്നു വന്ന് യെശയ്യാവിൻ്റെ നാവിന്മേൽ തൊട്ടു. അന്ന് മുതൽ യെശയ്യാവിൻ്റെ പ്രവചനം മശിഹായുടെ വരവിനെ കുറിച്ചുള്ള പ്രവചനമായി മാറി. പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്ന രീതിയിൽ ശക്തനായ ഒരു പ്രവാചകനായി മാറി. 4 രാജാക്കന്മാരുടെ കാലത്ത് ഈ യെശയ്യാവ് ജീവിച്ചിരുന്ന് പ്രവചിച്ചു. ഈ യെശയ്യാവും യെഹസ്കിയാവും ഒരുമിച്ച് കൈകോർത്ത്, യെഹസ്കിയ രാജാവ് ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന് 1,85,000 പേരെ ഇല്ലായ്മ ചെയ്തത്, ശത്രു പാളയത്തെ മുടിച്ചു കളഞ്ഞത്. അതുപോലൊരു ദൈവിക അനുഭവമുള്ള ഒരു പ്രോഫറ്റായിട്ട് താൻ എഴുന്നേറ്റു.
എൻകൗണ്ടർ, ദൈവികമായ കൂട്ടിമുട്ടലുകൾ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ, സ്വർഗീയമായ അനുഭവങ്ങൾ, സ്വർഗീയമായ ദർശനങ്ങൾ ഇവയില്ലെങ്കിൽ നമ്മൾ സഭയിൽ ഒരു സ്ഥലത്ത് വന്നിരുന്ന് പ്രസംഗിച്ചു, പാട്ടല്ല, പാട്ടൊക്കെ എല്ലാവരും പാടിക്കോ, പിള്ളേർ നല്ല പാട്ടുകാരാണ്, ഞങ്ങൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് വരും, ഇന്നാരാ വല്ല ഗസ്റ്റ് ഉണ്ടോ, ഗസ്റ്റ് ഉണ്ടെങ്കിൽ നേരത്തെ പോകാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് തിരിച്ച് വേഗം വീട്ടിൽ പോകാം. ഇങ്ങനൊരു ക്രിസ്തീയ ജീവിതത്തിൽ പോകുന്നതിനേക്കാൾ ദൈവസ്ഥലിരുന്ന് കരയണം, കർത്താവെ ഞങ്ങളൊരു പാരമ്പര്യത്തിലാണ്, ഞങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഇറങ്ങി വന്നതുപോലെ ചില സ്വർഗീയ അനുഭവങ്ങൾ വേണം കർത്താവെ. ഈ അനുഭവം ഇല്ലെങ്കിൽ നമ്മളെ വിശ്വാസി എന്ന് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് ഞങ്ങൾക്ക് അടക്കി വെക്കാൻ കഴിയില്ല. ആര് പറഞ്ഞാലും ഞങ്ങളിത് പ്രസ്താവിക്കും. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ പറയണമെങ്കിൽ സ്വർഗീയ ഇടപെടലുകൾ ആവശ്യമാണ്. ഈ സത്യങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യുക. മാനസാന്തരപ്പെടാനും ദൈവസ്ഥലിൽ ഇരുന്ന് കരയാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനും ഒരു പുതിയ അനുഭവം ഉണ്ടാകാനും താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അവർ ദൈവസ്ഥലിൽ വീണ് കിടന്ന് കരഞ്ഞ് പുതിയ അനുഭവങ്ങൾ പ്രാപിക്കട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ വീടുകളിലും ഒരു സ്വർഗീയ അനുഭവം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളെ സമർപ്പിക്കാം. ഞങ്ങൾക്ക് ഇന്നു മുതൽ ഒരു പുതിയ എൻകൗണ്ടർ വേണം, ഒരു പുതിയ അനുഭവം വേണം. കർത്താവെ, ഞങ്ങൾക്ക് ഈ അനുഭവത്തിൽ തുടരാൻ മനസ്സില്ല. ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും ചില അനുഭവങ്ങൾ വ്യക്തിപരമായി, ചിലരൊക്കെ കണ്ടു കേട്ടു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ പറയാൻ വ്യക്തമായി വ്യക്തിപരമായി ചില അനുഭവങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവായ യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുന്നവരുടെ മേൽ ഈ അനുഭവങ്ങൾ വരട്ടെ. ഇത് പറയുമ്പോൾ തന്നെ അവരുടെ മേൽ ഒരു ആത്മപകർച്ച നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, ഒരു പുതിയ തുടക്കമുണ്ടാകട്ടെ. എല്ലാ ജഡിക പൈശാചിക ആക്രമണങ്ങളെയും ഞങ്ങൾ ശാസിക്കും. കർത്താവിൻ്റെ കൃപയിൽ ജ്വലിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. പുതിയ അനുഭവങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ചില വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്യാൻ പറയുന്നത് അത് സ്പെഷ്യലാണ്, അത് അനേകർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.